ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കി. ഇന്ന് നമ്മൾ ക്വിഡിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എൻജിൻ റൂം ഓപ്പൺ ചെയ്തു. രണ്ട് ക്ലിപ്പായിട്ടിരിക്കുന്ന ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഈ രണ്ട് ക്ലിപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ആ ഹോസിലും കൂടെ ഒന്ന് പുൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ എയർ ഫിൽറ്ററിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് എയർ ഫിൽറ്റർ. നമുക്കതിനെ ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യാം. കണ്ടോ, അത് നിറച്ച് ഏകദേശം പൊടിയാണ്. നമുക്കതിങ്ങനെ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും അതിൽ നിറച്ച് പൊടിയാണ്. കാരണം നമ്മൾ ഈ പല ട്രാവലുകളിലും പല ട്രെയിനുകളിലാണല്ലോ നമ്മൾ ഓടിപ്പോകുന്നത്. അപ്പോൾ നിറച്ച് പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. രണ്ട് സൈഡും ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റ് എല്ലാം പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി വീട്ടിൽ ബ്ലോവർ ഉള്ളവരുണ്ടെങ്കിൽ ബ്ലോവർ വെച്ച് എയർ നന്നായിട്ട് ബ്ലോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇതിൽ നിന്നുള്ള പൊടിയെല്ലാം പോയി കിട്ടും. ഇനി നമുക്കതിനെ തിരിച്ച് പിടിപ്പിക്കാം. നമ്മൾ പഴയ പൊസിഷനിൽ തന്നെ നമ്മളതിനെ തിരിച്ച് വെച്ചു. ഇവിടെ ഒരു 3 ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിന് താഴെ ക്ലിപ്പുകളുമുണ്ട്. അപ്പോൾ അത് അലൈൻ ചെയ്തിട്ട് നമുക്കതിനെ വയ്ക്കാം. താഴെ അലൈൻ ചെയ്തു, ക്ലിപ്പുകൾ പൊക്കി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ക്ലിപ്പ് ഇൻ ചെയ്തു. പിന്നെ ഈ ഹോസ് നമുക്ക് കാണാൻ ഇവിടെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷനും ഹോസിൻ്റെ ഇവിടെ റൗണ്ടും ഉണ്ട്. അത് തമ്മിൽ അലൈൻമെൻ്റ് ആയിട്ടിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് AC ഫിൽറ്റർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് AC ഫിൽറ്റർ. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതവിടെ കണ്ട് താഴെ ഒരു ചെറിയൊരു ലോക്ക് പോലെയുണ്ട്. ചെയ്യാണ് താഴത്തെ ലിവറിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇത് കണ്ടു ചെറിയൊരു സ്മോൾ പീസാണിത്. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു സ്മോൾ പീസാണ്. AC ഫിൽറ്റർ നമുക്ക് കാണാം. അതിൻ്റെ എൻഡിൽ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷനിൽ പിടിച്ച് നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് എടുക്കുക. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത പോലെ തന്നെ നമുക്ക് AC ഫിൽറ്ററും ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. പിന്നെ ഈ രണ്ട് ഫിൽറ്റേഴ്സും പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യരുത് ഒരു കാരണവശാലും. പിന്നെ നമ്മുടെ അടുത്ത് എയർ ബ്ലോവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അതിൽ പൊടിയെല്ലാം ബ്ലോ ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് തിരിച്ചിടാം. ബ്രഷ് വെച്ച് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിരിച്ചു പിടിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഇവിടെ ഈ ആരോ മാർക്ക് നമ്മളെ ഫേസ് ചെയ്ത് വേണം നമ്മളതിന് ഇടാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഫിൽറ്റർ പതുക്കെ സ്ലൈഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ചേമ്പറിലേക്ക് ഇൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യണം എല്ലാം കൃത്യമായിട്ട് അതിലേക്ക് ഇൻ ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് പുറത്തേക്ക് നമ്മൾ എടുത്തിരുന്നു. ആ ക്യാപ്പ് നമ്മൾ തിരിച്ച് വെക്കേണ്ടതാണ്. അതിനായിട്ട് അതിൻ്റെ ക്ലിപ്പുള്ള എൻഡ് താഴേക്കും മറു സൈഡ് മുകളിലേക്കുമായിട്ട് പൊസിഷൻ ചെയ്തിട്ട്
ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ആ താഴെ ക്ലിപ്പ് വീണോളൂ. ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ക്വിഡിൻ്റെ എയർ ഫിൽറ്ററും AC ഫിൽറ്ററും 2 കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ ഇനിയും ട്രാവൽ ടെക്കി ഇതുപോലത്തെ ടെക് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.